ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് LDF ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്ന് BJP. അതായത് ജമാഅത്തെ UDF ബന്ധം വീണ്ടും തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് BJP എത്തിക്കുകയാണ്. BJP ജയിക്കാതിരിക്കാൻ ചിലയിടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി LDFന് വോട്ട് ചെയ്യാനും ആഹ്വാനം ചെയ്തതും BJP ആയുധമാക്കുന്നുണ്ട്. കാരണം ജമാഅത്തെ പറയുന്നത് BJP ആണ് ഞങ്ങളുടെ മുഖ്യശത്രു, BJPയെ തോൽപ്പിക്കാൻ UDFനും LDFനും വോട്ട് ചെയ്യാൻ മടിയില്ല എന്നുള്ളതാണ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുടെ പേരിൽ നമുക്കറിയാം, നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ് കാലയളവിലൊക്കെ UDFനെ ശക്തമായി വിമർശിച്ചിരുന്ന LDF ആകട്ടെ ഇപ്പോൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് എന്നുള്ള ആരോപണവും BJP ഉന്നയിക്കുകയാണ്. കുമ്മനം രാജശേഖരനാണ് മഞ്ജുഷ് ഗോപാലിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. കുമ്മനത്തിന്റെ വാക്കുകളിലേക്ക്. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയെ LDF ശക്തമായിട്ട് ഇപ്പോൾ എതിർക്കുന്നുണ്ട്. പക്ഷെ അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എതിർത്ത പോലെ ആ ഒരു ശക്തി ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഡീൽ എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് പ്രധാന അജണ്ടയായിട്ട്. കാരണം കിട്ടുന്നെങ്കിൽ പോരട്ടെന്നാണ്. വേറെ കുറേ നിയോജകമണ്ഡലമെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. കാരണം ഇവർക്കൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ലല്ലോ വിമർശനം, പിന്തുണയുമല്ല. എതിർക്കുന്നതും അനുകൂലിക്കുന്നതൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ല, നൈമിഷികമായ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ അവർക്കൊരു പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശനത്തിൻ്റെ കുന്തമുന ഒന്ന് ഒടിച്ചാൽ, മയപ്പെടുത്തിയാൽ, ഇനി വേറെ വല്ല സ്ഥലത്തും പിന്തുണ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഞങ്ങൾക്ക് ജയിക്കാൻ അവിടെ സാധിക്കുമല്ലോ എന്നുള്ളതാണ്. ഇതൊക്കെ പങ്കുവെക്കലാണ്. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി NDA സംബന്ധിച്ചിടത്തോളം വളരെ തത്വാധിഷ്ഠിതമായ നിലപാടാണ്. ഇതൊരു ആദർശ രാഷ്ട്രീയമാണ്, ആദർശ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു. മഞ്ജുഷ് ഗോപാൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മഞ്ജുഷ്, നമുക്കറിയാം ഡീൽ വിവാദമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് കളത്തിൽ കാര്യമായി ചർച്ചയുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വഴിതിരിയുകയാണ്. BJPയുടെ ഈ നിലപാടിലേക്ക് BJP വന്നാൽ എല്ലാ മണ്ഡലങ്ങളിലും ഇത് ആയുധമാക്കും. ജമാഅത്തെ ആകട്ടെ പറയുന്നു BJP ആണ് മുഖ്യശത്രു, അതിനുവേണ്ടി ഞങ്ങൾക്ക് ആരെയും പിന്തുണയ്ക്കാൻ പ്രയാസമില്ല എന്നും. രഞ്ജിത്ത്, എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുന്നത് UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധമായിരുന്നു. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയം അതിശക്തമായിട്ട് LDF ഉന്നയിക്കുന്നതാണ് കണ്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന തിരിച്ചറിവിൽ പിന്നീട് CPM എടുത്ത ഒരു തന്ത്രപരമായ നിലപാട് കൂടിയായിരുന്നു അത്. ഭൂരിപക്ഷ സമുദായ പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് അറിയാവുന്നതാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകൂടുകയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ കൂട്ടുകൂടുകയാണ് UDF. അത് അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച ഒരു നിലപാടാണ്. അത് മാത്രമല്ല, സഖ്യകക്ഷിയാക്കുവാനും വെൽഫെയർ പാർട്ടിയെ മടിക്കുകയില്ല UDF എന്ന കാര്യമായിരുന്നു കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേട്ടത്. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ഇതിൽ അത്ര ശക്തമായ രീതിയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ LDF ശ്രമിച്ചില്ല. CPM നേതാക്കൾ പലതവണയും പറഞ്ഞിരുന്നു, മതരാഷ്ട്രവാദത്തിന്റെ വക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമി, ന്യൂനപക്ഷ വർഗീയതയെ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്ന രീതിയിൽ തന്നെ എതിർക്കും, അതുകൊണ്ട് RSSനോടുള്ള അതേ നിലപാട് തന്നെയായിരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടേതും, അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഞങ്ങൾക്കില്ല. പഴയ നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ട് തന്നെയായിരുന്നു CPMന്റെ ഈ പുതിയ നിലപാട് വന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടക്കത്തിൽ തന്നെ UDF ഉയർത്തിക്കൊണ്ടുവന്ന ഡീൽ വിവാദമാണ് തെരഞ്ഞെടുപ്പ് അജണ്ടയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, CPMഉം BJPയും തമ്മിലുള്ള. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് മറ്റൊരു അജണ്ട വേണമെങ്കിൽ CPMനും LDFനും സെറ്റ് ചെയ്യാമായിരുന്നു. അത് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധമായിരുന്നു. വെൽഫെയർ പാർട്ടി ഇത്തവണയും UDFന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് CPMഉം LDFും വരുന്നില്ല. മുഖ്യമന്ത്രി തന്റെ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തുകൊണ്ട് തന്നെ ചില അഭിമുഖങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എങ്കിലും തെരഞ്ഞെടുപ്പ് രംഗം വീക്ഷിക്കുമ്പോൾ, അവിടെ നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഇതിനെ അതിശക്തമായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നില്ല. അതുകൊണ്ടാണ് BJP ഇപ്പോൾ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരു കാരണവശാലും മതരാഷ്ട്രവാദം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള പോരാട്ടം നിർത്തുകയില്ല. അതുമാത്രമല്ല, LDFഉം UDFഉം ഇവിടെ ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. LDFഉം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും എതിർക്കുന്നില്ല. അതുപോലെ UDFന് പിന്തുണ വെൽഫെയർ പാർട്ടി നൽകുന്നു. അവിടെ ഒരു കാര്യം കൂടി BJP പറയുകയാണ്, ഇവിടെ വെൽഫെയർ പാർട്ടിയുടെ ഇത്തവണ അവർ നൽകുന്ന പിന്തുണ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ UDFന് മാത്രമല്ല വെൽഫെയർ പാർട്ടി പിന്തുണ നൽകിയിരിക്കുന്നത്, UDFനാണ് പൊതുവായ പിന്തുണ. പക്ഷേ എന്നാലും BJPക്ക് വേരോട്ടമുള്ള മണ്ഡലങ്ങളിൽ BJP ജയിക്കുമെന്ന ഒരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ, അവിടെ UDF ദുർബലമാണെങ്കിൽ LDFന് വോട്ട് ചെയ്യുക എന്നുള്ള കാര്യം വെൽഫെയർ പാർട്ടി തങ്ങളുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യമാണ് BJP എടുത്തു പറയുന്നത്. കുമ്മനം രാജശേഖരൻ വ്യക്തമായിട്ട് തന്നെ ഇത് പറയുന്നു. ഈ കാര്യം വ്യക്തമാണ്, LDFന്റെ നിലപാട് എന്തുകൊണ്ട് മയപ്പെട്ടു വെൽഫെയർ പാർട്ടിക്കെതിരെ എന്നുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി മറുപടി നൽകേണ്ടത് CPM നേതാക്കളാണ്. UDFനെതിരെ മതരാഷ്ട്രവാദം അംഗീകരിക്കുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറി
എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്ന എം വി ഗോവിന്ദൻ ഇനിയും ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിശക്തമായിട്ട് വെൽഫെയർ പാർട്ടിയെ എതിർക്കുമോ എന്നുള്ള കാര്യമാണ്. BJP ചോദിക്കുന്ന ഒരു കാര്യം, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒരേപോലെ തന്നെ രണ്ട് പാർട്ടികളും ലക്ഷ്യമിടുകയാണ്, രണ്ട് മുന്നണികളും ലക്ഷ്യമിടുകയാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള നിലപാടും ഒന്ന് തന്നെയായിരിക്കും. അതല്ലെങ്കിൽ അവർ ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നാണ്. പക്ഷേ UDF ഇക്കാര്യത്തിൽ എതിരഭിപ്രായമില്ല. അവർ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുകയാണ്. ഇന്നലെ അടൂർ പ്രകാശ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയി പിന്തുണ തേടിയിട്ടില്ല, പക്ഷേ അവർ പിന്തുണ നൽകുന്നു, ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ്. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടിയുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു, സഖ്യകക്ഷി അല്ല എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് UDFന്റെ നിലപാടിൽ വ്യക്തത കുറവില്ല. പക്ഷേ LDFും CPM ഇക്കാര്യത്തിൽ എന്തായിരിക്കും BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യുവാനുള്ള ഒരു നീക്കത്തെക്കുറിച്ചുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരിക്കും എന്നുള്ളത് വളരെ തീർച്ചയായും അതാണ് സാഹചര്യം. നമ്മൾ കാത്തിരുന്ന് കാണണം. ഇത് തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഒരു പുതിയ വിഷയം കൂടി കടന്നു വരികയാണ്. അത് വെൽഫെയർ ജമാഅത്തെ പിന്തുണയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.